വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കോട്ടയംകാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ വിഭവമായ കപ്പ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കപ്പ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ നല്ല ഇറച്ചിയുള്ള 2 കിലോ വാരിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തിലും ഇതെത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നമ്മളിത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി നമ്മൾ ഒരു വലിയ സൈസ് 3 സവോള, 2 തക്കാളി, ഒരു 5 എരിവുള്ള പച്ചമുളക് ഇത്രയും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3 ഏലക്ക, കുറച്ച് കറുവാപ്പട്ട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചീനിമുളകും ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീനിമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ അതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ് ശകല ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ ഗാർലിക് പേസ്റ്റ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോളയും ചീനിമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഒന്ന് വഴറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ കഷ്ണങ്ങൾ ഓരോന്നും നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് ഈ സവോളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇറച്ചി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 3/4 മണിക്കൂർ നമ്മളൊരു അടുപ്പേ വെച്ച് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇറച്ചി ഒന്ന് വേവി. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 കിലോ കാച്ചിക്ക നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മളൊരു കപ്പ കൊത്തി വേവിക്കുന്ന പരുവത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഒരു 2.5 കിലോ കപ്പയും ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകി നമ്മൾ കപ്പ വേവിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 2 കിലോ ഇറച്ചിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് ഒരു 3 കിലോ ആണ് കപ്പയും കാച്ചിക്കായും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കപ്പയും കാച്ചിക്കായും കൂടെ നമ്മൾ വേകാനായിട്ട് അടുപ്പേ വെച്ചു. അതിനുശേഷം നമുക്കിതിനുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് 1/2 മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ 1 പിടി ചെറിയ ഉള്ളി, നമ്മുടെ കൈക്ക് 1 പിടി ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു വട്ടം ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അതും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകമായിട്ട് തന്നെ, പൊടിയല്ല, നമ്മൾ പെരിഞ്ജീരകമായിട്ട് തന്നെയാണ്. പിന്നെ നന്നായിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളർ ഒക്കെ വരണം. അതുവരെ നമ്മളിത് നന്നായിട്ട് ഈ തേങ്ങ നന്നായിട്ട് വറുത്ത് വരണം. അപ്പോൾ നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് കുറച്ചങ്ങോട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് നല്ലതായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറച്ചിയും വെന്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ, നല്ല ഡാർക്കൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഏകദേശം അപ്പുറത്ത് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആ വെന്ത കപ്പ നന്നായിട്ട് ഊറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം ഈ വെന്ത കപ്പയും കാച്ചിക്കായ്ക്കകത്തോട്ട് നമ്മൾ ഈ വറുത്ത തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നു. കുറേശ്ശെ നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച ഇറച്ചിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കുറേശ്ശെ ഈ തേങ്ങ വറുത്തതും ഇറച്ചിയും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പയും കാച്ചിക്കായും നന്നായിട്ട് വെന്തതും ഈ ഇറച്ചി നമ്മൾ വേവിച്ച് വെച്ചതും അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങയുടെ മിക്സും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ഇറച്ചിയും കപ്പയും വേവിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഈ മിക്സ് എല്ലാം നന്നായിട്ട് ആവിയിൽ ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. നമ്മുടെ ഈ കപ്പയും കാച്ചിലും അതുപോലെ തന്നെ നമ്മളെ ഇറച്ചിയും ഈ മസാലയും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് ആവിയിലൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇറച്ചിക്കകത്ത് തന്നെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇതൊന്നും കൂടെ ഒന്ന് വെന്ത് സെറ്റായിക്കോളും. നമ്മൾ എക്സ്ട്രാ പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. കണ്ട 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല ആവിയൊക്കെ പറന്ന് നമ്മുടെ ഈ ഇറച്ചിയും കപ്പയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഇറച്ചിയും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ കോട്ടയംകാർക്കൊക്കെ കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പയും കാച്ചിക്കായും ഇറച്ചിയും നമ്മുടെ മസാലയും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുന്നതിലുണ്ട് നന്നായിട്ട് ഇത് കുഴഞ്ഞ് വരണം. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് യോജിച്ച് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ആ മിക്സ് ചെയ്തെടുക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി നല്ല സൂപ്പറായിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കപ്പ ബിരിയാണിക്ക് നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് നാരങ്ങാച്ചാറോ അല്ലെങ്കിൽ ഒനിയൻ സാലഡോ ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചൂട് പറക്കുന്ന കപ്പ ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ കോട്ടയം സൈഡിലൊക്കെ കപ്പയില്ലാതൊരു ക്രിസ്മസ് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.